വളരെ എൻജോയ് ചെയ്ത് കണ്ടുള്ള ഒരു സിനിമ. സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ കാണാവുന്നതാണ്. അത്രയും ഗംഭീര എൻ്റർടൈൻമെൻറ്റാണ് സെക്കൻഡ് ഹാഫിൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ വിനീതിൻ്റെ പ്രത്യേകം അറിയാലോ, ഒരു തവണ എങ്ങനെയെങ്കിലും നമ്മളെ പിടിച്ചിരുത്തി കാണിക്കാനുള്ള എന്തോ ഒരു മാജിക്, എന്തോ ഒരു പവർ, എന്തോ ഒരു മരുന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് വിനീത് ശ്രീനിവാസൻ്റെ. നിവിൻ പോളി ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവാണ്. ധ്യാനിൻ്റെ പ്രണവിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യാൻ മലയാളത്തിൽ വേറെ ആർട്ടിസ്റ്റുകളില്ല എന്ന് പറയത്തക്ക രീതിയിലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, മോശമാക്കി എന്നല്ല ഞാൻ പറയുന്നത്. ധ്യാൻ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ നിവിൻ പോളി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അത് ചെയ്യാൻ മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറൊരു ആർട്ടിസ്റ്റ് ഇല്ല. പടത്തിൻ്റെ ട്രാക്ക് മാറിയത് സെക്കൻഡ് ഹാഫിലാണെന്ന് പറയണം. കാരണം സെക്കൻഡ് ഹാഫിലാണ് ഈ സംഭവമൊക്കെ നിൽക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു ഇമോഷണൽ ഡ്രാമ ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വേറെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഒരു സ്പൂഫ് റോള് എല്ലാം ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ്. അതിൻ്റെ തന്നെ എടുത്ത് പറഞ്ഞത് നിവിൻ ചെയ്തൊരു നിതിൻ മോളി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. ആ ഒരു സാധനം നിവിനെ കൊണ്ട് മാത്രമേ മലയാള സിനിമ പറ്റത്തുള്ളൂ.